അതുപോലെ തന്നെ ഈ പുരുഷന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പോലെ സ്ത്രീകൾക്കും പ്രശ്നങ്ങൾ, സൈബർ ബുള്ളിങ് ഒരുപാടുണ്ടാകും. ചേച്ചി കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, മറ്റേ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫ് രേണു സുധി കേട്ടിട്ടുണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് ഒരുപാട് ട്രോളുകളും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കമൻസ് ഒരുപാട് വരുന്നുണ്ട്. ചേച്ചിക്ക് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണോ? സ്ത്രീകളെല്ലാവരും നല്ലവരാണെന്നല്ല, ചിലവർ മോശമായിട്ടുള്ളവരുണ്ട്, ചിലവരും നല്ലവരും ഉണ്ട്. അപ്പം അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. ഇതൊന്നും അവരുടെ ആരുടെയും മിസ്റ്റേക്ക് കൊണ്ടല്ല. രേണു സുധി എന്ന് പറയുന്ന കുട്ടി ചെയ്യുന്ന വീൽസും അതും ഇതൊക്കെ നമ്മളൊക്കെ കാണുന്നത് തന്നെയാണ്. അവരവരുടെ വഴിക്ക് വിട്. പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. അവരിപ്പോൾ എന്തവസ്ഥയിലായി? ആരുടെ മുമ്പിൽ കൈ നീട്ടാതെയും വേറെ രീതിയിലും പോവാതെ അവർ കാശുണ്ടാക്കി ഓരോ റീൽസും ചെയ്ത് കാശുണ്ടാക്കി നമുക്കെന്താ എതിരഭിപ്രായം? അവരവരുടെ പാട്ടിന് വിട്. അവർ ചെയ്യുന്ന ജോലി അവർ ചെയ്യട്ടെ. ഞാൻ ചെയ്യുന്ന നിലപാട് ഞാൻ നടക്കും. ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായങ്ങളാണ്. അതൊന്നും ആർക്ക് തടസ്സം നിൽക്കാൻ യാതൊരു അധികാരവും ആർക്കും ഇല്ല. അതവർ ചെയ്തോട്ടെ. പലരും പലതും പറയും. എന്നൊരു കാര്യം ചെയ്യട്ടെ, ഈ പറയുന്ന ആൾക്കാരെല്ലാം രേണു സുധിക്ക് എല്ലാ മാസവും ഒരു 5 ലക്ഷമോ 2 ലക്ഷമോ വെച്ച് അങ്ങ് കൊടുക്കട്ടെ. രേണു സുധി വീട്ടിലിരിക്കട്ടെ. എന്താ നല്ലതല്ലേ?